ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നുള്ള പ്രസ്താവനയൊക്കെ അദ്ദേഹം നടത്തി. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും അദ്ദേഹം കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ കാര്യമാണ്. ജനസംഖ്യ എപ്പോൾ ഡിക്രീസ് ചെയ്യുന്നോ ഇല്ലെങ്കിൽ താഴുന്നോ അത് വലിയ അപകടമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമ്പത്താണ് ജനസംഖ്യ എന്ന് പറയുന്നത്. ഒരേ സമയം ഗുണവും ഒരേ സമയം ദോഷവും തന്നെയാണ് ജനസംഖ്യയുടെ വർധനവ് കൊണ്ട് ഉണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് സമുദായത്തിനാണോ 3 കുട്ടികൾ വീതം ഇല്ലാത്തത് ആ സമുദായം വലിയ തോതിൽ നാശത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഉദാഹരണങ്ങൾ നമുക്കറിയാമല്ലോ, ലിബിയയുടെയും സിറിയയുടെയും ഒക്കെ കാര്യം. എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മതവിഭാഗങ്ങൾ പിന്നെ ഇപ്പോൾ ന്യൂനപക്ഷമായി അത് IS-ൻ്റെ കയ്യിലൊക്കെ അകപ്പെടുന്നത്. IS-ഉം ഹിസ്ബുള്ളയും ഒക്കെയാണല്ലോ ഈ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത്. ആ രീതിയിലേക്ക് മാറിയത് എങ്ങനെയാണ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സമൂഹത്തിനിടയിൽ, അതായത് നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. അവരുടെ ഏതാണ്ട് പകുതിയിലേറെ കൂടുതൽ ആൾക്കാർ, അതായത് 9% നിന്ന് 15% അവർ ഉയരുകയാണ്. എന്നാൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ കുറയുകയാണ്. ഒരു 8% കുറവുണ്ടായിട്ടുള്ളതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് മോഹൻ ഭാഗവത് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ, ഒരു സന്ദേശം കൂടിയല്ലേ? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറയുന്നു, ക്രിസ്ത്യാനികളുടെയും വളർച്ചാ നിരക്ക് കുറയുന്നു, മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് കൂടുന്നു. ഇതാണ് പൊതുവെ നമ്മൾ ഈ വർഗീയമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു, പൊതുവെ ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലക്ക് നമ്മുടെ ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അവിടേക്ക് പൊതുവെ ജനസംഖ്യ കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജനസംഖ്യ എന്തുകൊണ്ട് കുറയുന്നു എന്ന് ചോദിച്ചാൽ, അല്പം സാമാന്യ ബുദ്ധിയും അല്പം ജീവിത സൗകര്യങ്ങളുള്ള ആളുകൾ വളരെ പ്ലാൻഡായിട്ട് ആസൂത്രിതമായിട്ടാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം, ഇന്നൊരു കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് വലിയ പണച്ചെലവുള്ള ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനത്തെ കാഴ്ചപ്പാടല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സമൂഹം എന്ത് ചെയ്യുന്നു, ചെറുതാവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 2 അച്ഛനും അമ്മയും അവർക്കൊരു കുട്ടി മാത്രമുള്ളതെന്ന് വെച്ചാൽ 50% കുറവാണ് വരുന്നത്. പല വീടുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കുട്ടി കുടുംബങ്ങളാണ്. അതിനിപ്പോൾ നേരത്തെ ശരിയാണ്, മുസ്ലിം കുടുംബങ്ങളിലെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും. അവരും കുറച്ചും കൂടിയൊക്കെ പ്രോസ്പെറസ് ആയിക്കഴിഞ്ഞ സമയത്ത്, കുറച്ചും കൂടിയൊക്കെ സാമ്പത്തിക ശേഷിയുള്ള സമൂഹമായി മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബങ്ങളിലും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് പുതിയ കാലത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ക്രമീകരണമാണ്. അപ്പോൾ ആ ക്രമീകരണത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് ശരിയാണ്. നേരത്തെ ഉണ്ടായ ഒരു അസന്തുലിതാവസ്ഥ കൊണ്ടാണ് ഈ വ്യത്യാസം മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് കുറേയധികം വർധനമുണ്ടായത്. പിന്നീട് ഇതിപ്പോൾ നിലച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലച്ചുകൊണ്ടിരിക്കാൻ കാരണം അവരും കുറേ കൂടി പ്രോസ്പെറസ് ആയി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത് വലിയ ദാരിദ്ര്യമുള്ള ആളുകളാണ് ഈ മുസ്ലിം സമൂഹം ഇന്ത്യയിൽ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഒരു വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി പെറ്റുവരികയിൽ മാത്രമാണ്, വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകളില്ല, ഒന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ സമൂഹം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ തിരിച്ചറിവിലെത്തുകയും അവർ വീണ്ടും അതിനകത്ത് റെസ്ട്രിക്റ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഹൻ ഭഗവത് മാത്രമല്ല, നമ്മുടെ പള്ളിയിലച്ചന്മാർ, ക്രിസ്ത്യാനികൾ, അവരൊക്കെ പറയുന്നത് കുട്ടികൾ കൂട്ടു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രക്രിയയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്നത്തെ സമൂഹം അവരവരുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിച്ച്, എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബ കേന്ദ്രീകൃതമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ആ കുടുംബത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ആലോചിക്കുന്നതായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്കത് മതപരമായി നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തോന്നുമെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ കുട്ടികളില്ലാത്ത കുടുംബമാകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കൊക്കെ സംഭവിച്ച പ്രശ്നം അതുതന്നെയാണ്. ചൈന ബോധപൂർവം തന്നെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു. കാരണം എന്താണ്, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രമായിട്ടത് മാറി. പോപ്പുലേഷൻ ബോംബ് എന്നാണ് ഒരു ഘട്ടത്തിൽ ഈ ജനസംഖ്യാ വർധന വിശേഷിപ്പിച്ചിരുന്നത്. നമ്മുടെ ഭൂമുഖത്ത് നമുക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റൊക്കെ വളരെ പരിമിതമാണ്. ആ പരിമിതമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ
തിന്ന് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉയർന്നു വരുന്നതായിട്ടുള്ള പുതിയ തലമുറയുടെ എണ്ണം വർദ്ധിച്ചാൽ അതുണ്ടാക്കാവുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ മാൽത്തൂസിയൻ സിദ്ധാന്തമൊക്കെ പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. അതൊക്കെ പോയി, നമ്മളിപ്പോൾ വേറെ രീതിയിലേക്ക് വരികയാണ്. ചൈന ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. ഒറ്റക്കുട്ടി മാത്രം എന്ന് പറയുന്ന കർശനമായ നിയമം വളരെ സ്വേച്ഛാധിപത്യ ഒരു ഭരണ സംവിധാനത്തിനകത്ത് അവർ അടിച്ചേൽപ്പിച്ചാണ്. ഒരു കുട്ടിയിൽ കൂടുതൽ ജനിച്ചു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടും അവർ. അത്ര കർശനമായിട്ട് ഈ കാര്യങ്ങൾ നടത്തി അവർ ഒറ്റക്കുട്ടി സിദ്ധാന്തം നടപ്പിലാക്കി ജനസംഖ്യ ഇടിഞ്ഞു. ലോകത്ത് ഒന്നാം കിടയിലേക്ക് അവർ നിന്നിരുന്നെങ്കിൽ അവർ രണ്ടാം കിടയിലേക്ക് മാറ്റി ഇന്ത്യ അതിനപ്പുറത്തേക്ക് പോയി. നമ്മളും ഇവിടെ ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെയാണ് നിർബന്ധിത വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തിയേക്കണ ഒരു പരിവേരുതി കുറച്ച്. പക്ഷേ പുതിയ കാലത്ത് അങ്ങനെയല്ല. പുതിയ സമൂഹം എന്ന് പറയുന്നത് കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരങ്ങനെ ചിന്തിക്കുന്നതിന് കാരണമായി തീർന്നത് കല്യാണം കഴിക്കുക, കുട്ടികളൊന്നും വേണ്ട, ശല്യമില്ല, എങ്ങനെയും മരിച്ചു പോവുക എന്നൊക്കെ കരുതി ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? നമ്മൾ പല സ്ഥലങ്ങളും കാണുമ്പോൾ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ പാടുവിട്ട് തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്നൊക്കെ പറയുന്ന പോലെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് വലുതായവർ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയി കഴിയുമ്പോൾ ഈ അച്ഛനമ്മയും എന്ത് ചെയ്യും? പുറത്തേക്ക് ഇടും. അവർക്ക് പോയി കിടക്കാവുന്ന സ്ഥലമായിട്ട് വൃദ്ധസ്ഥാനങ്ങൾ മാറി. അപ്പോൾ ഇന്നത്തെ കാരണന്മാരുടെ കാഴ്ചപ്പാട് മാറി. പഴയതുപോലെയല്ല. പണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കാരണന്മാർ മുഴുവൻ കാലം ജീവിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു കഥയുമില്ല, ഇവർ നമ്മൾ വലുതായി വയസ്സായി ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ ഇവർ പുറത്തെറിയും എന്നുള്ള ഫീലുണ്ടായി കഴിഞ്ഞിരുന്നു. അപ്പോൾ കാരണന്മാരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് മനസ്സിലാക്കുക. അനുഭവത്തിൽ നിന്നാണ് അവർക്ക് ആ കാഴ്ചപ്പാട്. കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കുട്ടികളൊക്കെ വിദേശങ്ങളിലേക്ക് പോകും. നമ്മൾ കാണുന്ന പോലെയല്ല, ലോകം വളരെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്നു. മൈഗ്രേഷൻ പറഞ്ഞ വലിയ പ്രതിഭാസമാണ്. കാനഡയിലേക്ക് പോയ മകനോ മകളോ തിരിച്ചു വരുന്നില്ല, ആസ്ട്രേലിയയിലേക്ക് പോയി തിരിച്ചു വരുന്നില്ല, ഇറ്റലിയിലേക്ക് പോയി തിരിച്ചു വരുന്നില്ല. അവിടേക്കെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭൂഭാഗങ്ങളുണ്ട്, ജനസംഖ്യ വളരെ കുറവ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വളരെ കൂടുതൽ. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഇവരെല്ലാവരും, പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ് മോഹൻ ഭഗത് സിംഗ് പറയുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് മതപരമായിട്ടുള്ളൊരു വിഷയം കൂടിയായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കുറേ കഴിയുമ്പോൾ ന്യൂനപക്ഷങ്ങളല്ലാതായി മാറിക്കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നെങ്കിലും അവർ ന്യൂനപക്ഷമായിട്ട് മാറാം. അത്തരത്തിലുള്ള വലിയ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഹിന്ദുക്കൾക്ക് വലിയ ദ്രോഹകരമായി തീരും എന്ന കാഴ്ചപ്പാടാണ്. അത് മറ്റൊരു കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറയാം. ഈ രണ്ട് കാഴ്ചപ്പാടുകളും നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സംസാരിച്ച കാഴ്ചപ്പാടിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം വരിക. കാരണം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ജീവിതമാണ് അവർ നോക്കുന്നത്. രണ്ടാമതാണ് അവൻ സൊസൈറ്റിയിലേക്ക് വരുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ കുടുംബമാണ്, അവൻ്റെ വ്യക്തിപരമായിട്ട് ജീവിതം. അങ്ങനത്തെ സൊസൈറ്റിയാണ് ഇന്നത്തെ സമൂഹം. ഈഗോ സെൻറ്റേഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മുടെ പുതിയ സൊസൈറ്റി എന്ന് പറയുന്നത്. പഴയ കാലത്ത് നമുക്ക് സമൂഹത്തിലേക്ക് വലിയ തരത്തിലുള്ള വേരിറക്കങ്ങളുണ്ടായിരുന്നു. ഇന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുടെ എണ്ണം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി നമ്മുടെ സമൂഹം കാണുക എന്നെനിക്കറിയില്ല. എന്തായാലും ഈ മുസ്ലിം സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായിട്ട് ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ഹിന്ദുക്കളുമൊക്കെ യോജിക്കുന്ന തരത്തിൽ മാറുന്നത് ഈ ജനസംഖ്യ വിഷയത്തിലാണ്. ഈ ലിബിയ അതുകൊണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പള്ളിയിലച്ചന്മാരൊക്കെ അവരുടെ കുഞ്ഞാടുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പെരുകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പല സൈസ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. പറയുന്നതെന്ന് ലിബിയയിലും സിറിയയിലും സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പോപ്പുലേഷൻ, അവരുടെ എത്തനിസിറ്റി ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നവയെല്ലാം തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളല്ലാതായി. അതുപോലെ തന്നെ നമുക്കറിയാമെന്നുള്ള തുർക്കിയുടെ പകുതിയിലേറെ ഭാഗങ്ങൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന യൂറോപ്പിന് അങ്ങ് അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കുന്നതാണല്ലോ യൂറോപ്പിലും. അപ്പോൾ ആ ഒരു രീതിയിലുണ്ടായിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളാണ്. നമുക്കറിയാം ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവർ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വരെ ഉണ്ടാക്കുന്ന പ്രശ്നം, സ്വീഡൻ, ഡെൻമാർക്ക് അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു യുക്തിവാദികളായിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ദൈവവിശ്വാസികളല്ലാത്ത രാജ്യം, അവിടെ പോലും ഇപ്പോൾ വർഗീയ പ്രശ്നങ്ങൾ, റോഡിൻ്റെ നടുക്ക് നിസ്കരിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ന്യൂനപക്ഷം ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരെ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ഒരു ഉദാഹരണങ്ങളെല്ലാം വെച്ച് ഈ പറയുന്ന ചരിത്രം വെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ?
അല്ല, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ ഇന്ത്യയിലൊക്കെ അതുണ്ടായാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയായിരിക്കുമല്ലോ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ബാലൻസ് നഷ്ടപ്പെട്ടാൽ, അത് ഇംബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഈ പറയുന്ന രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ത്യയിൽ അതുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിൽ പോലും ഈ പല സ്ഥലത്തും മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള മുസ്ലിം സമൂഹം, അതിൽ കുറച്ച് പേരെങ്കിലും തീവ്രവാദ സ്വഭാവം പുലർത്തുന്നവരായി തീരുന്നതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രശ്നമൊക്കെ അതൊക്കെ ഒരു റിയാലിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പരിഹാരം കാണുന്നതായിരിക്കണം വരാൻ പോകുന്ന ലോകത്തിൻ്റെ ക്രമങ്ങളെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.